അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാദുൽ ആഖിറിലാണ് നമ്മളിപ്പോൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുത്ത് റസൂല് നമ്മളോട് ചൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സ്വലാത്ത് മുറുകെ പിടിച്ചതുകൊണ്ട് ഒരു സഹോദരിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഫളിലെന്ന് വെച്ചാൽ 25 വർഷമായിട്ട് അവരോട് പിണങ്ങിപ്പോയിട്ടുള്ള സ്വന്തം ആറ്റുനോറ്റ് പ്രസവിച്ച മകൻ അവരുടെ അടുക്കലിലേക്ക് തിരിച്ചു വന്ന ഒരു കഥയാണ്. 25 വർഷം സ്വന്തം ഉമ്മയോട് മിണ്ടാതെ പിണങ്ങി മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിരുന്ന ഒരു മകൻ ഇപ്പോൾ ആ ഉമ്മയുടെ അടുക്കലിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഉമ്മയുടെ മകനായി, ഉമ്മയെ സ്നേഹിക്കുന്ന, ഉമ്മ മകനെ സ്നേഹിക്കുന്നവരായി മാറി. ഇപ്പോൾ ആ ഉമ്മ പറയുന്നത്, ഈ ഒരു സ്വലാത്തിനെ ദിവസവും ഞാൻ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുമായിരുന്നു എൻ്റെ മകൻ്റെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്വലാത്തിന് അത്രക്കും പവറുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നടന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി കൊണ്ട് ഈ സ്വലാത്തിനെ 101 വട്ടം നമ്മൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം അല്ലാഹു തആല നമുക്ക് ഹാസിലാക്കി തരുന്നതാണ്. അതാണ് ഈ ഒരു സ്വലാത്ത് കൊണ്ട് ഉണ്ടായിട്ടുള്ള, ആ ഉമ്മക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം. വളരെ വൈകിയാണ് ആ ഉമ്മ അറിയുന്നത് ഈ ഒരു സ്വലാത്തിന് ഇത്ര പവറുണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞ നിമിഷത്തിൽ തൊട്ട് ആ ഉമ്മ ഈ സ്വലാത്തിനെ എല്ലാ ദിവസവും 101 വട്ടം ചൊല്ലും. എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം നിസ്കാരക്കുപ്പായമിട്ട് അതേ ഇരിപ്പിലിരുന്ന് 101 വട്ടം ആ ഉമ്മ ഈ ഒരു സ്വലാത്തിനെ ചൊല്ലുമായിരുന്നു. ചൊല്ലി 2 മാസത്തോളം ആ ഉമ്മ ഇത് പതിവാക്കിയപ്പോഴേക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ വീട്ടിലേക്ക് ഇറങ്ങുകയും ഉമ്മയിൽ നിന്നും പിണങ്ങിപ്പോയ, എന്തോ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ആറ്റുനോറ്റ് പ്രസവിച്ച ഉമ്മയുമായി വഴക്കുണ്ടാക്കി തെറ്റിപ്പോയതാണ് മകൻ. ഉമ്മയിൽ നിന്നും പിണങ്ങിപ്പോയ ആ മകൻ 25 വർഷത്തിന് ശേഷം ആ ഉമ്മയുടെ അടുക്കലിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ആ ഉമ്മയുടെ കൂടെയാണ് ആ മകനും താമസിക്കുന്നത്. ഉമ്മ മകൻ്റെ വീട്ടിലേക്ക് പോകും, ഉമ്മയുടെ അടുക്കലേക്ക് മകനും വരും. ഇപ്പോൾ നല്ല സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, റാഹത്തോടു കൂടിയിട്ടുള്ള ജീവിതം മുന്നോട്ട് പോവുകയാണ് അവരുടേത്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഈ ഒരു അനുഭവം കേട്ടത് മുതൽ ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഏതാണ് ആ സ്വലാത്തെന്ന് നമുക്ക് നോക്കാം. സ്വലാത്തുൽ ഫാത്തിഹ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ഫളില് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സ്വലാത്ത് കൊണ്ട് ഇത്രയേറെ മഹത്വങ്ങളുണ്ട്. ഇതിലേറെ വലിയ വലിയ മഹത്വങ്ങൾ ഈ ഒരു സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. നമ്മുടെ മനസ്സിലെ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും സ്വലാത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏതാണ് സ്വലാത്ത്? സ്വലാത്തുൽ ഫാത്തിഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹ് ലിമാ അഗ്ലിക വൽ ഖാതിം ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഈ സ്വലാത്തിനെ ആരും മറന്നു പോകല്ലേ. അറിയാത്തവർ ഈ ഒരു സ്വലാത്ത് പേപ്പറിൽ എഴുതി വെച്ച് പഠിക്കുക, മനഃപ്പാഠമാക്കിയാൽ അത്രയും നല്ലതാണ്. ഏത് സമയത്തും നമുക്ക് ചൊല്ലാവുന്നതാണ്. അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഇത് ചൊല്ലാവുന്നതാണ്. നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു സ്വലാത്തിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി. അപ്പോൾ എണ്ണം പിഴക്കരുത്. 101 വട്ടം കറക്റ്റായിക്കൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് എത്ര പഴക്കമേറിയതും എത്ര കാഠിന്യമേറിയതുമാണെങ്കിൽ പോലും
അല്ലാഹു തആല നിങ്ങൾക്കത് ഹാസിലാക്കി തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും.